ത്തിലേക്ക് നമ്മൾ കയറ്റണം. ഇതൊരു മാർഗം, അതല്ലാതെ വേറെ ഒന്നുമില്ല. വേറെ ഒരു മാർഗവും നമ്മുടെ മുമ്പിലില്ല, വേറൊരു റെമഡിയും നമ്മുടെ മുമ്പിലില്ല. അള്ളാഹുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറ്റണം. അള്ളാഹുവാണ് നമ്മുടെ നാഥൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ, ഞാനിപ്പോൾ ഏകദേശം 100 കിലോനോളം വെയിറ്റുള്ള ഒരാളാണ്. എൻ്റെ ഈ കാലിനെ ഇങ്ങനെ നിലനിർത്തുന്നു. ഈ കാലിനെ നിലനിർത്തുന്നതിൽ ഈ ലോകത്തിൽ ആകെ മനുഷ്യൻ മാത്രമാണ് ഈ 2 കാലിൽ നിൽക്കുന്നത്. നമ്മുടെ ഇതിനെങ്ങനെ നിലനിർത്തുന്നതിൽ നമ്മുടെ ചെവിക്കുള്ളിൽ ഒരു ദ്രാവകമുണ്ട്. ആ ദ്രാവകം നഷ്ടപ്പെട്ടാൽ നമ്മൾ മറിഞ്ഞു വീഴാൻ തുടങ്ങും. അഥവാ ഈ 100 കിലോ ഭാരത്തിനെ ബാലൻസ് ചെയ്യിപ്പിക്കുന്നത് ഒരു ചെറിയ ദ്രാവകത്തിലൂടെയാണ് അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവനാണ് അള്ളാഹ്. നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിൽ അനേക കോടി സെല്ലുകൾ ഓരോ നിമിഷത്തിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹ്. നമ്മുടെ ഈ കാണുന്ന കിഡ്നിക്കുള്ളിൽ 10 ലക്ഷം മരുപ്പകൾ. അതിന്റെ നീട്ടെത്രന്നറിയോ? ആ സംസാരങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരു പക്ഷേ. 70 കിലോമീറ്ററാണ് കിഡ്നിയുടെ ഉള്ളിൽ തന്ന അരിപ്പയുടെ നീട്ടം. സുവോളജി നമ്മളോട് സംസാരിക്കുന്നു. 70 കിലോമീറ്റർ. 70 കിലോമീറ്ററുള്ള 70 കിലോമീറ്റർ ദൂരമുള്ള ആ ഒരു വലിയ ശൃംഖലയെ ഞെക്കി ഞെരുക്കി നമ്മുടെ കിഡ്നിയുടെ ഉള്ളിൽ വെച്ച് തന്നിരിക്കാൻ. ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിക്കുമ്പോ, ഇതുവരെ ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല ഇപ്പൊ ഈ ക്ലാസ്സിൽ, പക്ഷെ വെള്ളം കുടിക്കുമ്പോ അവിടെ ബിസ്മി ചൊല്ലുന്നത് എന്തുകൊണ്ട് നമ്മൾ ആലോചിക്കണം. ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ ആ കുടിക്കുന്ന വെള്ളം ഇതിലൂടെ പോയി അല്ലെങ്കിൽ മൂത്രാശയത്തിലേക്ക് പോയി മൂത്രമായി പോകുന്നു എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. എൻ്റെ ബ്രെയിനിലേക്ക് അതിൻ്റെ അംശം പോകുന്നുണ്ട്, എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയിലേക്ക് അതിൻ്റെ അംശം പോകുന്നുണ്ട്, എൻ്റെ ചെവിയുടെ കേൾവിയിലേക്ക് പോകുന്നുണ്ട്, എൻ്റെ നാക്കിലേക്ക് പോകുന്നുണ്ട്. ബിസ്മി ചൊല്ലുന്നത് എന്തുകൊണ്ട്? ഈ നാക്കിലേക്ക് അത് പോകുമ്പോ ഈ നാവ് വരണ്ടതാണ്. ഇവിടെ ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിച്ചിട്ടില്ല എങ്കിൽ എന്റെ നാക്ക് വരളും. വരണ്ടത് വിണ്ട് കീറും. വിണ്ടിട്ട് അതിൽ നിന്ന് രക്തം വരും. നിങ്ങൾക്ക് കാണാം അതിന്റെ വീഡിയോസ് മുഴുവനും. അഥവാ നമ്മളെങ്ങാനും ഈ ഉമിനീർ ഗ്രന്ഥി അസ്തമിച്ചു പോയാൽ നമ്മുടെ നാക്ക് വിണ്ട് കീറാൻ തുടങ്ങും. ഒരു ഉമിനീരിലൂടെ മാത്രം നമ്മുടെ നാക്കിനെ സൃഷ്ടിച്ചതിനെ പരിപാലിക്കുന്ന തമ്പുരാൻ, ഒറ്റ കണ്ണിന്റെ ഉള്ളിൽ ലക്ഷക്കണക്കിന് ക്യാമറകളുടെ ശക്തിയെ തന്ന നമ്മുടെ തമ്പുരാൻ, നമ്മുടെ സംസാരത്തിന്റെ വാക്കുകളെ ആകാശത്ത് നിറക്കി തരുന്ന തമ്പുരാൻ, ഞാൻ എത്ര കാ ഉപയോഗിച്ചു, എത്ര താ ഉപയോഗിച്ചു, എത്ര വാക്കുകൾ ഉപയോഗിച്ചു, ആർക്കും അറിയില്ല. ഇതിനെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഒരൊറ്റ മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഇതായിരിക്കുന്ന ഓരോ ആളുകളുടെ ഉള്ളിലും നിങ്ങൾ ബയോളജി പഠിച്ചു നോക്കി സഹോദരന്മാരെ, ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഏകദേശം 10 ലക്ഷം കിലോമീറ്റർ അഥവാ ഈ ഭൂമിയെ 2 തവണ ചുറ്റാവുന്ന അത്രയും സിരകളെ, അത്രയും ഞരമ്പുകളെ ഒരു മനുഷ്യന്റെ ഉള്ളിൽ തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതാണ് അല്ലാഹു, ഏകഛത്രാധിപതി, സർവാധിപതി, സമഗ്രാധിപതി. ഈ അല്ലാഹു ആയിരിക്കണം നമ്മുടെ ഹൃദയത്തിലേക്ക് കയറേണ്ടത്. വേറെ ഒന്നും ഒരു വകയും വെക്കാതെ നമ്മൾ മുന്നോട്ട് പോകണം. എനിക്കെന്റെ അല്ലാഹു മതി എന്ന ചിന്തയിൽ. അത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് നോക്കുന്നത് പോലെ ദാ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സമൂലമായ മാറ്റത്തിന്റെ സ്വയം തെരഞ്ഞെടുക്കുന്ന ജീവിതത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ എന്തായിരിക്കണം മാറ്റത്തിന്? ഈ അല്ലാഹു ഇറങ്ങണം നമ്മുടെ ഹൃദയത്തിലേക്ക്. കേവലം എങ്ങനെയെങ്കിലും ഇറങ്ങിയാൽ പോരാ. അവൻ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, മനസ്സിലൊന്ന് ചിന്തിക്ക്. ആകാശ ലോകങ്ങളെ കുറിച്ച്, ആ ആകാശ ലോകങ്ങളുടെ വ്യാപ്തിയെ കുറിച്ച്, അതിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽഉർജൂനിൽ ഖദീം ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. സൂറത്ത് യാസീൻ ആണ് പ്രിയപ്പെട്ട സഹോദരൻ ഇവിടെ ആദ്യം തുടങ്ങിയത്. യാസീൻ വൽ ഖുർആനിൽ ഹകീം. അങ്ങേയറ്റത്തെ ഖുർആനാണിത്, അങ്ങേയറ്റത്തെ വിജയത്തിന്റെ ഗ്രന്ഥം ഇത്, ഹക്കീമായ അല്ലാഹുവിന്റെ കൃതി ഇത്. പല രീതിയിലും തഫ്സീറിൽ വ്യാഖ്യാനിക്കുന്നു. മറ്റൊരു രീതിയിൽ പറയുമ്പോ തൻസീൽ, ഇതിറക്കിയത് എവിടെ നിന്ന്? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന്. ആ സൂറത്തിന്റെ തന്നെ മധ്യഭാഗത്തിൽ ഏകദേശം പറയുന്നു വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹു പറയുമ്പോ ഈ കാണുന്ന ആകാശത്തിലെ സൂര്യൻ അതിന്റെ ഭ്രമണമണ്ഡലത്തിലൂടെ പോകുന്നു. വൽ ഖമറ ഖദ്ദർനാഹു മനാസില. ഏതൊരു ഖദ്ദറാണോ, ഏതൊരു നിർണയ മേഖലയാണോ ഞാൻ ചന്ദ്രന് വേണ്ടി കൊടുത്തിട്ടുള്ളത്, അതിന്റെ ഭ്രമണമണ്ഡലത്തിലൂടെ അത് സഞ്ചരിക്കുന്നു. അതുകൊണ്ട് ഒന്നും കൂട്ടിമുട്ടുന്നില്ല. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. ഈ ആകാശത്തിന് ചുവട്ടിൽ ഒരുപാട് ഓഷ്യനോളജിയെ കുറിച്ച്, ഓഷ്യനോഗ്രഫിയെ കുറിച്ച് പഠിച്ചു നോക്ക്. ഒരുപാട് ആളുകളുടെ സയന്റിസ്റ്റുകളുടെ സംസാരത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഈ ലോകത്തിൽ ഒരു
പക്ഷിയുണ്ട്, ഒരു പക്ഷി. ആ പക്ഷി പറക്കുന്നത് 11,500 കിലോമീറ്റർ ആണ്. 11,500 കിലോമീറ്റർ നോൺ സ്റ്റോപ്പ്ഡ്. ലോകത്തിൽ ഫ്ലൈറ്റ് പോലും അത്ര പോലും പറക്കുമ്പോഴേക്ക് ഒരുപാട് പ്രിപ്പറേഷൻസ് എടുക്കുന്നു. ആ പക്ഷിയുടെ ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ 11,500 കിലോമീറ്റർ അന്റാർട്ടിക്ക മുതൽ ഇങ്ങോട്ട് പിന്നെ ന്യൂസിലാൻഡ് വരെ അത് നീങ്ങിപ്പോകുന്ന സമയത്ത് ഏറ്റവും മനോഹരമായി തണുപ്പുകളെ ഭേദിച്ചുകൊണ്ട്, ചൂടിനെ ഭേദിച്ചുകൊണ്ട് എല്ലാ സമയത്തും നോൺ സ്റ്റോപ്ഡ്, ഒരു മിനിറ്റ് പോലും, ഒരു സെക്കൻഡ് പോലും എവിടെയും തങ്ങാതെ പറക്കുന്ന പക്ഷി ഈ ലോകത്തിലൊന്നുണ്ട്. 8 ടൺ ചെറിയ മീനിനെ കഴിക്കുന്ന നീലത്തിമിംഗലം. ഓഷ്യനോളജി പഠിക്ക്, ഇന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതിനെ മുഴുവൻ തീറ്റിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. ഈ ഒരു വിരലിൽ വെച്ചാൽ ഒരു ചെറിയ ചെമ്മീന് കണക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിന്റെ കാര്യങ്ങൾ. ആ ചെമ്മീന് കണക്കെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളെ 8 ടണ്ണോളം കഴിക്കുന്ന നീലത്തിമിംഗലം ഇന്ന് ഈ കടലിന്റെ ഉള്ളിൽ ആരാ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്? ഇതിനെ നിയന്ത്രിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പോരാ. ഈ ലോകത്തിൽ മറ്റൊരു തിമിംഗലമുണ്ട്. ആ തിമിംഗലം മീനുകളെ, മത്സ്യങ്ങളെ മൊത്തത്തിൽ കഴിക്കും. കഴിച്ചാൽ അതിന്റെ നാവിന്റെ പല്ലിന്റെ ഇടയിൽ ഒരുപാട് അംശങ്ങൾ ബാക്കിയിരിക്കും. ആ അംശത്തിലേക്ക് ചേക്കേറിക്കൊണ്ട് പക്ഷികൾ കടന്നു വരും. രസകരമാണ് സയൻസ്, രസകരമാണ് അള്ളാഹുവിന്റെ രീതി. കരയിൽ നിന്ന് ഏകദേശം 11,000 കിലോമീറ്റർ പറന്നു ചെന്ന് ഈ തിമിംഗലത്തിന്റെ വായിൽ അതിരിക്കും. ആ വായിൽ നിന്ന് ഇതിനെ കുത്തിയെടുത്ത് പുറത്തേക്കെടുക്കും. ടൂത്ത് പിക്ക് ഈ പക്ഷികളുടെ ചുണ്ടാണ്. അതും തിമിംഗലത്തിന് അല്ലാഹു കൊടുത്തത്. തിമിംഗലത്തിന് സ്വന്തമായി അത് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് കരയുടെ ലോകത്തിൽ നിന്നും ഇതിനെ പറപ്പിക്കുന്നു. ഇന്ന സ്ഥലത്ത് അത് കിടക്കുന്നു എന്നറിയിക്കുന്നു. അവിടെ പോയിരിക്കുന്നു. എന്നിട്ട് വായുടെ ഉള്ളിൽ മുഴുവനും അത് വൃത്തിയാക്കി കൊടുക്കുന്നു. ആ പക്ഷിയോട് പോലും ഈ പാവം സ്രാവിന് അല്ലെങ്കിൽ തിമിംഗലത്തിന് കരുണയാണ്. വായടക്കുന്നതിന് മുമ്പേ ചുറ്റൊരു ഊത്തൂതും. ആ ഊത്തിൽ മൊത്തം പറന്നു പോകും പക്ഷികൾ. ആ പക്ഷിക്കുട്ടികളോട് കരുണയാണ് തിമിംഗലത്തിന്. എന്നിട്ട് പോലും മാനവരാശിക്ക് മനുഷ്യനോട് കരുണയില്ലാതെ പോയി. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഭക്ഷണം കഴിക്കുന്ന ഇതിന് പോലും ഇതിനെനിക്ക് വേണ്ട, എനിക്ക് ഭക്ഷണം അല്ലാഹു കടലിൽ വേറെ തന്നിട്ടുണ്ട് എന്നതാണ്. ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഏകഛത്രാധിപതി, സർവാധിപതി, സമഗ്രാധിപതി, സർവദീശത്വത്തിന്റെയും ഉടമസ്ഥൻ. വശംസു തജ്രി എന്ന് പറഞ്ഞ അതേ വാക്കുകൊണ്ട് അല്ലാഹു പറയുന്നു, അഥവാ അല്ലാഹു പറയുന്നു വൽ അർളു ജമീഅൻ ഖബദതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതും ബിയമീനി. ആകാശങ്ങളെ മുഴുവനും ഒറ്റ കൈയിലിട്ട് ഞാൻ അമ്മാനമാടുമെന്ന് സൂറത്ത് സുമറിൽ അല്ലാഹു പറയുന്നു. ലാഹൂത്ത്, ജബറൂത്ത്, മലകൂത്ത്, അലമൂത്ത്, ആലമുൽ അംർ, ആലമുൽ മിസാൽ, മലഉൽ അല. 7 ആകാശങ്ങളുണ്ട് ഈ ലോകത്തിൽ. അതിന്റെ തഫ്സീറിൽ നമുക്ക് കാണാം. ഒന്നാം ആകാശത്തിൽ 2നെ കൊണ്ടുപോയിട്ടാൽ, 2ൽ 3നെ കൊണ്ടുപോയിട്ടാൽ, എല്ലാറ്റിനും കൊണ്ട് 7ൽ കൊണ്ടുപോയിട്ടാൽ വലിയ ഒരു മരുഭൂമിയിൽ ഒരു മോതിരമിട്ടതുപോലെ മുഴുവൻ ആകാശങ്ങളെയും ഞാൻ എന്റെ ഒറ്റ കൈയിലിട്ട് ചുരുട്ടുമെന്ന് അല്ലാഹു സൂറത്ത് സുമറിൽ വസ്സമാവാതു മത്വിയാതും ബിയമീനി, എന്റെ വലത്തെ കരങ്ങളെ കൊണ്ട്. അത് ഏതാധിപത്യത്തിന്റെ, ഏത് സർവാധിപത്യത്തിന്റെ നമുക്കറിയില്ല. ഈ അല്ലാഹുവിലേക്ക് നമുക്ക് തിരിയാൻ പറ്റണം. ഈ ലോകത്തുനിന്ന് വിട പറയും മുമ്പേ അവന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീഴാൻ നമുക്ക് പറ്റണം. ഇഷ്ടത്തോടെ തഹജ്ജുദ് നിസ്കരിക്കാൻ നമുക്ക് പറ്റണം. നിസ്കാരത്തിന്റെ ബാങ്കുലിക്ക് വേണ്ടി കാത്തു നിൽക്കാൻ നമുക്ക് പറ്റണം. പാതിരാവിന്റെ നിശബ്ദതയിൽ ഒരു ആയത്തെങ്കിലും ഓതാൻ നമുക്ക് പറ്റണം. പ്രിയപ്പെട്ട മാതാവ് നമ്മളിൽ നിന്ന് മരിച്ചു പോയെങ്കിൽ മാതാവിനെ കുറിച്ച് കരയുന്നതിനേക്കാൾ, ഞാൻ വീണ്ടും പറയുന്നു, മാതാവിനെ ഓർത്ത് വിലപിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് ആലോചിച്ച് ദാ നമ്മുടെ കണ്ണിലൂടെ കണ്ണുനീരുറ്റണം. ഈ ഒരു അവസ്ഥയിലേക്ക് ഇതുവരെ നമുക്ക് അപകടങ്ങൾ തരാത്ത എത്രയോ അപകടങ്ങൾ ഈ ലോകത്തിൽ നടക്കുന്നു. പക്ഷെ നമുക്കാർക്കും അത് തന്നില്ല. ഇതുവരെ നമുക്ക് രോഗം അല്ലാഹു തന്നില്ല, ജീർണമായ അസുഖം. അത് തരാത്ത അല്ലാഹുവിനെ ഇങ്ങനെ മൊത്തത്തിൽ അങ്ങ് നോക്കുമ്പോൾ ഈ അല്ലാഹുവാണ് എനിക്ക് വേണ്ടത് എന്ന ഏകമായ ലോകത്തിലേക്ക്, ഏകാധിപന്റെ ലോകത്തിലേക്ക്